വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ ലേഡീസിന് പ്രത്യേകിച്ച് താല്പര്യമുള്ളൊരു ഒരു ദിവസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സാധനം അതുണ്ടാക്കുന്ന ഒരു പരിപാടിയിലാണ്. അതായത് നമ്മളെ ഈ ബാംഗിൾസ് വളകൾ അങ്ങനെ പറയല്ലേ, വളർന്നല്ലോ ഒരു ബാംഗിൾസ് വളകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന സംഭവം. അതായത് പ്ലാസ്റ്റിക് ബാംഗിൾസ് ഇല്ലേ, അതൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവൻ്റെ നമ്പർ താഴെ കൊടുത്തേക്ക്, അവനെ കോൺടാക്ട് ചെയ്താൽ കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട്സാണ്, എൻ്റെ കുറച്ച് ഇത്താത്താസ്മാരാണ് ഇത് ചെയ്തത്. അവരിത് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ലൊരു ഇൻകമാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ എന്തായാലും ഇഷ്ടപ്പെടും. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ വെരി സിമ്പിളാണ്. ഓക്കെ, നമ്മളെ AMJ ക്രിയേഷൻ്റെ പേര് മാറ്റണമെന്ന് ചോദിച്ചാൽ പേര് ഇതുവരും കിട്ടിയില്ല, നല്ല പേര്. തൽക്കാലം AMJ ക്രിയേഷൻ്റെ ആദ്യത്തെ DIYയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ഡിസൈനർ ത്രെഡ് ബാംഗിൾസ് ആണ്. ഇതുപോലെ ഒരു ഡിസൈനർ ത്രെഡ് ബാംഗിൾസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് പ്ലാസ്റ്റിക് ബാംഗിൾ ബേസ് ആണ്. രണ്ടാമത് നമുക്ക് ആവശ്യമുള്ളത് സിൽക്ക് ത്രെഡ്, ഫാബ്രിക് ഗ്ലൂ, സ്റ്റോൺ ചെയിൻ, സിസേഴ്സ്, കുന്തൻ ആൻഡ് കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് എക്സാം ബോർഡും എടുക്കാവുന്നതാണ്. അത് നമുക്ക് ഈ ഒരു സൈസിനുള്ള വളയ്ക്ക് എങ്ങനെ നൂല് ചുറ്റാമെന്ന് നോക്കാം. ഈ കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതിൽ ഒരു 30 ലൈൻ ചുറ്റണം. ഇങ്ങനെ ഇനി നമുക്ക് 30 ലൈൻ ആയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തിട്ട് ഗ്ലൂ എടുത്ത് ശ്രദ്ധിച്ച് കാണണം. ഇങ്ങനെ പശ ചേർത്ത് ഇച്ചിരി നമുക്ക് ഉണങ്ങാനായിട്ട് എവിടെയാണോ തുടങ്ങിയ അവിടെ നമ്മൾ പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് അവിടെ വെച്ച് കട്ട് ചെയ്യണം. നമുക്ക് ഇങ്ങനെ നൂല് കിട്ടും. ഇനി നമുക്കൊരു ബാംഗിൾ ബേസ് എടുത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കാം. കുറച്ച് ആവശ്യമുള്ളൂ. ഇനി ഇത് ഈ ബേസിനകത്ത് ഇങ്ങനെ ഒട്ടിക്കണം. എന്നാൽ നമ്മൾ അത് അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റി എടുക്കണം. അകത്തുകൂടെ എടുക്കണം. അത് ചുറ്റി ഇങ്ങനെ ചുറ്റി ഇവിടെ ഇത് കാണാതെ, ഈ വളയുടെ ബേസ് കാണാതെ ചുറ്റി എടുക്കണം. ചുറ്റി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പശ ഒട്ടിച്ച് നമ്മളെ വള റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു മജന്തയും വളയും കൂടെ ചുറ്റിയെടുക്കാം. നമ്മൾ 2 സൈസിലെ വളയും ഇതുമാതിരി ചുറ്റി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതെങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സ്റ്റോൺ ചെയിനാണ് ഇതിൽ ആദ്യമായിട്ട് ഒട്ടിച്ച് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ സെൻട്രലായിട്ട് പശ തേച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പശ അടച്ചിട്ടില്ലെങ്കിൽ കാറ്റിറങ്ങും. നമുക്ക് ഈ ചെയിൻ ഒട്ടിച്ചൊട്ടിച്ച് വരാം. അതിങ്ങനെ ഇങ്ങനെ പശ ഒട്ടിച്ചുകൊണ്ടിരിക്കും. നമുക്കിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കൃത്യം നോക്കി ഈ ചെയിന് കട്ട് ചെയ്തെടുക്കാം. ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ 2 വളയും ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒട്ടിച്ച സാധനത്തിൽ നമുക്ക് കുന്തം വെച്ച് ബാക്കിയും കൂടെ ചെയ്യാം. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇതുള്ള പോലെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമാതിരി നമുക്ക് ഫുള്ളങ്ങ് ചെയ്യാം. അപ്പോൾ ഇതുമാതിരി ഒരു സൈഡ് മാത്രം കുന്തനുണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇത് ഉണങ്ങുമ്പോൾ വരിക.